ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല, നമ്മൾ ഒരു സെലിബ്രിറ്റീൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അത് ആരാന്നുള്ളത് നമ്മൾ അവിടെ എത്തിയിട്ട് പറയാം. നമ്മളെല്ലാവരും പോകുന്നുണ്ട്, അച്ഛനും ഉണ്ട്. അച്ഛൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളാ. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ട് ആരാന്നുള്ളത് കാണാം. അതുവരെ സർപ്രൈസ്. ഓക്കെ, ബായ്. അവിടെ നിന്ന് കാണാം. അപ്പോൾ എവിടെയാണെന്നല്ലേ നമ്മൾ പോയത്? ഈ വീട് കാണുമ്പം കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടാവും നമ്മൾ ആരെ വീട്ടിലെത്തിയിട്ടുള്ളതെന്നുള്ളത്. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതാ നല്ലോണം സൂക്ഷിച്ച് കണ്ടോ. നമ്മളിതാ ആരാണെന്ന് റിവീൽ ചെയ്യുമ്പോഴാണ് ഇതാ സജീഷ് ഏട്ടൻ. സജീഷ് ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാർ മനസ്സിലാവാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. സജീഷ് ഏട്ടനും നിഗിനേച്ചിയും യൂട്യൂബിലെ വ്ളോഗ് ഫോർ എന്ന് പറഞ്ഞ ചാനൽ അവരതാണ്. അപ്പം അവരെ വീട്ടിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന്. അവരെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് നമ്മൾ പോയ അന്ന്. ഇന്ദ്രൂട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ സർപ്രൈസ് ആയിട്ടൊന്ന് പോയതാണ്. അവന് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് പോയതാണ്. ഞങ്ങൾ കേക്കും കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോയത്. അവർ യൂട്യൂബേഴ്സ് മാത്രമല്ല, ഈ മഴവിൽ മനോരമ ചാനലിലെ എൻ്റെ അമ്മ സൂപ്പറാന്ന് പറഞ്ഞ പ്രോഗ്രാമിലെ പാർട്ടിസിപ്പൻസും കൂടിയായിരുന്നു അവർ. ഇതാ നിഗിനേച്ചി നമുക്ക് പോയപാട് വെള്ളമൊക്കെ എടുത്ത് തരുന്നുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നിഗിനേച്ചിൻ്റെയും സജീഷൻ്റെ അമ്മയാണ്. ഞങ്ങളിതാ ഇന്ദ്രൂട്ടന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. കേക്ക് നമ്മളിതാ ഈ കേക്കാണ് ഞങ്ങൾ വാങ്ങിച്ചത്. നമ്മളുടെ തൊട്ട നെയ്ബറായ ഫാത്തിമേച്ചി ഉണ്ടാക്കിയ കേക്കാണിത്, ചോക്ലേറ്റ് കേക്ക്. അങ്ങനെ അവർ നമുക്ക് നമ്മളെ കുടിക്കാൻ ലൈമ് തന്നു. പിന്നെ ഇന്ദ്രൂട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ തന്നു, എല്ലാം കുടിച്ചു. പിന്നെ നമ്മൾ കുറേ സമയം വർത്താനം പറഞ്ഞു. സജീഷേട്ടൻ ഭയങ്കര ടോക്കറ്റീവാണ്. നല്ലോണം നമുക്ക് സംസാരിക്കാൻ അവരോട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും. ഭയങ്കര നല്ല രീതിയിലുള്ള എന്താ പറയുക, നമുക്ക് എല്ലാ കാര്യങ്ങളും യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. കുറേ സമയം നമ്മൾ സംസാരിച്ചു, ഒരുപാട് നേരം സംസാരിച്ചു. പിന്നെ അപ്പോഴേക്ക് നമ്മുടെ ടീം എല്ലാവരും കൂടി ഇന്ദ്രൂട്ടനും ദുർഗയും ധാർമ്മിയും പൊന്നോട്ടനും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. പിന്നെ അവർ കളിക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് സജീഷേട്ടൻ നിഗിനേശി വീട് മുഴുവൻ നമുക്ക് കാണിച്ചു തന്നു. ശരിക്കും സജീഷേട്ടൻ അങ്ങനെ പറഞ്ഞാൽ ആർക്കും അറിയില്ല. കാരണം നിഗിയേച്ചി പോലും സജീഷേട്ടനല്ല വിളിക്കുന്നത്, ഓപ്പേ എന്നാണ്. ഓപ്പാന്നായിരിക്കും എല്ലാവർക്കും പറഞ്ഞാൽ വേഗം മനസ്സിലാവുക. നമ്മൾ പോയപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഇത് അവരെ വീടൊക്കെ നമുക്ക് ചുറ്റി കാണിച്ചു തരുന്നതാണ്. ഇതാ അവരെ ഫാമിലി ഫോട്ടോ ആണിത് കേട്ടോ. ഇത് ദുർഗയുടെ 3ാമത്തെ പിറന്നാളിൻ്റെ സമയത്തുള്ളതാണ് ഫോട്ടോസ്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. പിന്നെ ഇവർ ഒരേ കളിയാണ്. പിന്നെ ഇവർ പിന്നെ അങ്ങനെ വരുന്നേ ഇല്ല, ഒരേ കളി തന്നെ. അങ്ങനെ പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. ഇന്ന് ബിരിയാണിയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ നാത്തൂൻസ് ഫാമിലിന്റെ വ്ളോഗിലാണ് ഞങ്ങൾ പറയുന്നത് അല്ലേ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ. അപ്പൊ വേറൊന്നല്ല, ഇവരിതാ നമ്മുടെ നെയ്ബേഴ്സ് അടുത്താണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രൂട്ടിന്റെ ബർത്ത്ഡേന്റെ ദിവസം അവരിന്ന് വീട്ടിൽ വന്നതാണ് അല്ലേ. അപ്പൊ ഒരു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ വെറുതെ ഞങ്ങൾ അവരുടെ മൊബൈൽ എടുത്തിട്ട് ഞങ്ങളൊരു വ്ളോഗ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താ പറയുക, എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ടാറ്റോട്ട് പോവാനായിട്ടില്ല, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവരുടെ വ്ളോഗിൽ കാണാന്നല്ലേ. അപ്പൊ കഴിക്ക്. ബിരിയാണി ഒക്കെ എങ്ങനെയുണ്ട്? നല്ലതാണോ? അടിപൊളിയാന്ന് പറയണം, അല്ലെങ്കിൽ വിടില്ല, പറയാണ്ട് വിടില്ല. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരുപാട് നേരം വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയേയില്ല. അവരുടെ അടുത്ത് ഭയങ്കര ജോളിയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം നമ്മൾ സംസാരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയെല്ലാം നോക്കി അങ്ങനെ ടാറ്റ പറഞ്ഞു. അപ്പൊ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വരും അല്ലേ. ഇനി നമ്മളൊരു ദിവസം അങ്ങോട്ട് വരും നിങ്ങളുടെ വീട്ടിൽ. അങ്ങനെ നമ്മൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞു. ഐന്ദ്രോട്ടനോടും ടാറ്റ പറഞ്ഞ്, അമ്മേനോടും ടാറ്റ പറഞ്ഞ്, നിഗിയേച്ചിനോടും ദുർഗേനോടും ഒക്കെ ടാറ്റ പറഞ്ഞ് നമ്മളിതാ പോന്നാന്ന്. ധാർമ്മി എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട് നിഗിയേച്ചിൻ്റെ അടുത്ത്. നിഗിയേച്ചി ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരണ്ടെന്നെല്ലാം പറയുന്നുണ്ടായിന്. അവരെല്ലാവരും ഭയങ്കര നല്ല കമ്പനിയായി. അങ്ങനെ നമ്മളിതാ ടാറ്റയൊക്കെ പറഞ്ഞു പോവാന്ന്.